നമസ്കാരം, ഏവർക്കും കനകധാര വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഗൃഹത്തിൽ ലക്ഷ്മി വാസം സ്ഥിരമായി ഉണ്ടാകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം സമ്പത്തിന്റെ ഭഗവതിയാണ് ലക്ഷ്മി. ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും എക്കാലവും നിലനിൽക്കും. അതുകൊണ്ടാണ് നാം വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യം ആഗ്രഹിക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഒരു വീട്ടിലുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു ധനനഷ്ടവും ഉണ്ടാവുകയില്ല. തന്റെ കഠിനാധ്വാനത്തിലൂടെയും ദേവിയുടെ അനുഗ്രഹത്തിലൂടെയും ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ള വിജയവും നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിലനിർത്തുന്നതിന് വേണ്ടി പലരും പല വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നതിന് 15 മിനിറ്റ് മുൻപ് വീട് മുഴുവൻ സാമ്പ്രാണി പുകയ്ക്കുക എന്നതാണ്. സുഗന്ധമുള്ളിടത്താണ് മഹാലക്ഷ്മി വസിക്കുന്നത്. അതിനാൽ വീട്ടിൽ സാമ്പ്രാണി പുകയ്ക്കുക വഴി വീട്ടിലുള്ള ദുഷ്ടശക്തികളെയെല്ലാം ഉന്മൂലനം ചെയ്യുകയും വീട്ടിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വരികയും ചെയ്യുന്നു. മാത്രമല്ല രോഗാണുക്കളെ നശിപ്പിക്കാനും ഇത് സഹായകമാണ്. ഇത് പുകയ്ക്കുമ്പോൾ കുളിച്ച് ശുദ്ധിയായി ശുദ്ധ മനസ്സോട് കൂടി വേണം പുകയ്ക്കാൻ. എന്നാൽ മാത്രമേ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റിവിറ്റി കടന്നു വരികയുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി ഒരു മൺചട്ടി വാങ്ങി ഇതിനായി തന്നെ വെക്കുക. അതിലേക്ക് ചിരട്ടയോ അല്ലെങ്കിൽ തേങ്ങയുടെ പുറം ചട്ടയായ തൊണ്ട് ചെറുകഷ്ണങ്ങളാക്കിയതോ ഇടാവുന്നതാണ്. ശേഷം അതിലേക്ക് ഒരു പച്ചക്കർപ്പൂരം, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു എന്നിവ ഇട്ട ശേഷം കുറച്ച് സാമ്പ്രാണിയും ചേർത്ത് കത്തിക്കുക. ഇത് അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാവുന്നതാണ്. അടുക്കളയിൽ നിന്ന് കത്തിച്ച് പുകച്ച ശേഷം ഓരോ റൂമിലെയും ഓരോ മൂലകളിലും ഈ ചട്ടി കൊണ്ടുപോയി കാണിക്കുക. ബാത്റൂമിലും പുകയ്ക്കാവുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ഉള്ളത് നമ്മുടെ വീടുകളിലെ ബാത്റൂമുകളിലാണ്. അതുകൊണ്ട് അവിടെയും പുകയ്ക്കുക. ശേഷം സ്വീകരണ മുറി വഴി പുറത്തേക്കുള്ള പ്രധാന വാതിലിന് മുന്നിലും എല്ലാം ഈ പുക തട്ടിക്കുക. തുടർന്ന് സ്വീകരണ മുറിയുടെ ഏതെങ്കിലും ഒരു സുരക്ഷിതമായ ഭാഗത്ത് ഇത് കൊണ്ടുപോയി വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ പതിവായി ചെയ്യുക. മാത്രമല്ല ഇങ്ങനെ പുകച്ച് ദുഷ്ടശക്തികളെയെല്ലാം നീക്കിയ ശേഷം വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇങ്ങനൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതാവഹമായ മാറ്റങ്ങൾ വന്നു ചേരും. വീട്ടിൽ സമാധാനവും സന്തോഷവും നിറയും. വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ സ്നേഹവും ഐക്യവും ഉണ്ടാവും. പണവരവുണ്ടാകും. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പോസിറ്റിവിറ്റി നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഇനി അടുത്തതായി പറയുന്നത് പ്രധാന വാതിലിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രധാന വാതിലിലാണ് ലക്ഷ്മി ദേവി കുടികൊള്ളുന്നത്. ഇതിലൂടെയുള്ള ഊർജ്ജമാണ് നമ്മുടെ വീടിന്റെ മുക്കിലും മൂലയിലും വരെ പ്രതിഫലിക്കുന്നത്. അതിനാൽ തന്നെ പ്രധാന വാതിൽ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല പ്രധാന വാതിൽ തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ വാതിലിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കാൻ പാടില്ല. ഇത് അശുഭകരമായി കണക്കാക്കുന്നു. മാത്രമല്ല പ്രധാന വാതിൽ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഇനി പറയാൻ പോകുന്ന ഒരു തീർത്ഥം കൊണ്ട് തളിച്ച് വൃത്തിയാക്കി ഒരു സ്വസ്തിക് ചിഹ്നം വരയ്ക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവി പിന്നെ ആ വീട് വിട്ടു പോകുകയില്ല. ഇനി തീർത്ഥം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതൊരു പൗർണമി ദിവസമാണ് ചെയ്യേണ്ടത്. കുറച്ചധികം തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഉടയുന്ന ചില്ലുകുപ്പിയിലാണ് ഇത് തയ്യാറാക്കി വെക്കേണ്ടത്. അതിനായി ആദ്യം ശുദ്ധമായ വെള്ളം കുപ്പിയിലെടുത്ത് ഏകദേശം 3/4 കുപ്പിയോളം ശുദ്ധജലം എടുക്കുക. അതിൽ 6 ഏലക്ക, 6 ഗ്രാമ്പു, 6 പീസ് പച്ചക്കർപ്പൂരം, ചെറിയ കുപ്പി റോസ് വാട്ടർ, 5 തുളസി ഇല, 1 പീസ് ഉണക്കമഞ്ഞൾ എന്നിവ ഇടുക. ശേഷം കുപ്പിയിൽ വാഴയുടെ തണ്ട് ഉപയോഗിച്ച് നന്നായി ഇളക്കുക. ഇത് ദിനവും വൈകിട്ട് 5:45-നും 6 മണിക്കും ഇടയിൽ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപായി ഈ തീർത്ഥം അല്പം പ്രധാന വാതിലിലും കട്ടിളപ്പടിയിലും തളിക്കുക. ശേഷം വൃത്തിയുള്ള തുണി കൊണ്ട് കട്ടിളപ്പടിയും വാതിലും തുടച്ച് വൃത്തിയാക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി ശരിയായ ഊർജ്ജപ്രവാഹം വീടിനുള്ളിൽ നിറയുകയും വീട്ടിലേക്ക് ലക്ഷ്മി വാസം ഉണ്ടാവുകയും ചെയ്യുന്നു. വളരെ ഇഫക്റ്റീവായ 2 മാർഗങ്ങളാണിത്. ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. എല്ലാവർക്കും ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.